അജ്മലിന്റെ ദ ബോർഡർ ഓഫ് എ മൈൻഡ്.com ആ വെബ്സൈറ്റിലെ എഴുത്തുകളെക്കുറിച്ചുള്ള നമ്മുടെ ഈ ഒരു എന്താ പറയാ വിശകലന പരമ്പരയുടെ പുതിയ ഭാഗത്തേക്ക് നിങ്ങൾക്ക് സ്വാഗതം. നമസ്കാരം. ഇന്ന് നമ്മൾ അജ്മലിന്റെ സ്ലീപ്പ് വാക്കിംഗ് മൈൻഡ്സ് എന്ന ഒരു ബ്ലോഗ് പോസ്റ്റിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. അതെ, ഈ ദ ബോർഡർ ഓഫ് എ മൈൻഡ് എന്ന ബ്ലോഗ് ശരിക്കും പറഞ്ഞാൽ അജ്മൽ വർഷങ്ങളായിട്ട് ഇങ്ങനെ ശ്രദ്ധയോടെ നോക്കുന്ന ഒന്നാണ്. നമ്മളിലെല്ലാമുള്ള ആ ഒരു ജിജ്ഞാസ, ഒരു അത്ഭുതം, അതൊക്കെ കണ്ടെത്താനും പങ്കുവെക്കാനുമുള്ള ഒരിടം. ശരിയാണ്. അദ്ദേഹത്തിന്റെ ചിന്തകൾ, എഴുത്തുകൾ, പിന്നെ കല, ദൃശ്യങ്ങൾ എല്ലാം അവിടെ കാണാം. അപ്പോ ഈ സ്ലീപ്പ് വാക്കിംഗ് മൈൻഡ്സ് എന്ന പോസ്റ്റിലേക്ക് വന്നാൽ എന്താണ് അതിലെ ഒരു പ്രധാന ആശയം? അതിൽ അജ്മൽ പറയുന്നത്, ജീവിതമെന്ന് പറയുന്നത് നമുക്ക് വളരെ കുറഞ്ഞ കാലത്തേക്ക് കിട്ടിയ ഒരു അമൂല്യമായ സമ്മാനം പോലെയാണെന്നാണ്. ഒരു സമ്മാനം. എന്നിട്ട് അദ്ദേഹം ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്, നമ്മൾ ഈ സമ്മാനം വെറുതെ പാഴാക്കുകയാണോ? ഒരു ഉറക്കത്തിൽ നടക്കുന്ന ആളെ പോലെ താൽക്കാലികമായ കാര്യങ്ങളുടെ പിന്നാലെ പോയിട്ട് ഈ ജീവിതം നമ്മൾ കളയുകയാണോ? അതോ നമുക്ക് കിട്ടിയ ബുദ്ധി ഉപയോഗിച്ച് ജീവിതത്തിന്റെ യഥാർത്ഥ ലക്ഷ്യം എന്താണെന്ന് ആഴത്തിൽ ചിന്തിക്കുന്നുണ്ടോ? ആ ചോദ്യം കൊള്ളാം. ഉറക്കത്തിൽ നടക്കുന്ന മനസ്സ്. അതെ, കാരണം അജ്മൽ നിരീക്ഷിക്കുന്ന ഒരു കാര്യമുണ്ട്. മിക്ക ആളുകളും ഒരു തരം പകുതി ബോധത്തിലാണ് ജീവിക്കുന്നത്. പകുതി ബോധത്തിൽ തങ്ങളുടെ അവസാനം എന്തായിരിക്കും എന്നതിനെക്കുറിച്ചൊരു ധാരണയൊക്കെയുണ്ട്, എന്നാലും അതൊന്നും ഇപ്പോൾ ആലോചിക്കേണ്ട എന്ന മട്ടിലാണ് പോകുന്നത്. ഭൗതിക കാര്യങ്ങൾ, സാമൂഹിക പദവി, അതെ, അതിലൊക്കെയാണ് ശ്രദ്ധ. സ്വന്തം ഈഗോ, അഹംഭാവം, ഇതൊന്നും അവസാനം കൂടെ കൊണ്ടുപോകാൻ പറ്റില്ലെന്ന് അറിഞ്ഞിട്ടും ഒരു ശ്രദ്ധയില്ലാതെ പോകുന്നു അല്ലേ? ഇവരെയാണ് അജ്മൽ അശ്രദ്ധരായ ആത്മാക്കൾ അല്ലെങ്കിൽ ഹീഡ്ലെസ് സോൾസ് എന്ന് വിളിക്കുന്നത്. അശ്രദ്ധരായ ആത്മാക്കൾ, അത് ശരിക്കും ചിന്തിപ്പിക്കുന്നൊരു വാക്കാണ് കേട്ടോ. പക്ഷേ ഈ അശ്രദ്ധയിൽ നിന്ന് നമ്മളെ ഇടയ്ക്ക് പിടിച്ചുലക്കുന്ന ചില കാര്യങ്ങൾ ഉണ്ടാവുമല്ലോ ജീവിതത്തിൽ. തീർച്ചയായും. അതിനെ അജ്മൽ പറയുന്നത് ഉണർത്തൽ വിളികൾ എന്നാണ്. വേക്കപ്പ് കോൾസ്. ഉണർത്തൽ വിളികൾ. ചിലപ്പോ അതൊരു രോഗമായിരിക്കാം, അല്ലെങ്കിൽ ഒരു പ്രകൃതി ദുരന്തം, അപകടങ്ങൾ, അതുപോലുള്ള അനുഭവങ്ങൾ. ഇതൊക്കെ നമ്മളെ ഓർമ്മിപ്പിക്കും ഈ ലോകജീവിതം എത്ര പെട്ടെന്ന് തീർന്നു പോകുന്ന ഒന്നാണെന്ന്. ഒരു ഓർമ്മപ്പെടുത്തൽ പോലെ. അതെ, നമ്മളെ വഴിതെറ്റിക്കുന്ന മിഥ്യാധാരണകളിൽ നിന്നൊക്കെ മോചിപ്പിച്ച് ശരിക്കുള്ള ലക്ഷ്യത്തിലേക്ക് നമ്മളെ തിരിച്ചുവിടാനുള്ള ഒരു ദൈവികമായ ഓർമ്മപ്പെടുത്തലായിട്ടാണ് അജ്മൽ അതിനെ കാണുന്നത്. അതായത് ജീവിതത്തിന്റെ ഒരു ദുർബലത വെളിവാകുമ്പോൾ അതൊരു തരത്തിൽ നല്ലതാണെന്ന് പറയാമല്ലേ? തീർച്ചയായും. മുൻഗണനകൾ മാറ്റി ചിന്തിക്കാൻ ഒരു അവസരം കിട്ടുകയാണ്. ശരിയാണ്. കാരണം നമ്മുടെയൊക്കെ അവസാന ശ്വാസം എപ്പോഴാണെന്ന് ആർക്കും പറയാൻ പറ്റില്ലല്ലോ. ഇല്ല. അതുകൊണ്ട് ഈ കിട്ടിയ സമയം, ഈ ശ്വാസമുള്ളപ്പോൾ നമ്മുടെ ബുദ്ധി പരമാവധി ഉപയോഗിക്കണം. എന്തിന്? ശാശ്വതമായ യാഥാർത്ഥ്യങ്ങളെക്കുറിച്ച് ചിന്തിക്കാൻ. അതാണ് അജ്മല് പറയുന്നത്. ഈ ലോകമെന്ന് പറയുന്നത് ഒരു കണ്ണിമ വെട്ടുന്ന നേരം അത്രയുള്ളൂ. അപ്പോ ഉണരേണ്ട സമയമായി. അതാണ് പ്രധാന സന്ദേശം. ഈ ചിന്തകൾ ഈ ബ്ലോഗിലെ മറ്റു ലേഖനങ്ങളുമായിട്ട് നല്ല ബന്ധമുണ്ടല്ലേ? ഉണ്ട്. ജീവിതത്തെക്കുറിച്ച്, പിന്നെ ശ്രദ്ധ, അതായത് മൈൻഡ്ഫുൾനെസ്, വ്യക്തിഗത വളർച്ച. അതെ, ഓരോ നിമിഷവും ശ്രദ്ധയോടെ ജീവിക്കുന്നതിനെക്കുറിച്ച്, സാധാരണ കാര്യങ്ങളിലെ ഒരു സൗന്ദര്യം കണ്ടെത്തുന്നത്, അങ്ങനെയുള്ള ഒരുപാട് ചിന്തകൾ അവിടെ പങ്കുവയ്ക്കുന്നുണ്ട്. അതെ. അപ്പൊ ചുരുക്കി പറഞ്ഞാല് ഈ സ്ലീപ്പ് വാക്കിംഗ് മൈൻഡ്സ് എന്ന പോസ്റ്റ് ശരിക്കും ഒരു ആഹ്വാനമാണ്. എന്തിനുള്ള ആഹ്വാനം? ഈ ഭൗതിക ജീവിതം താൽക്കാലികമാണെന്ന് തിരിച്ചറിയുക. എന്നിട്ട് വെറുതെ ഇങ്ങനെ ഒഴുക്കിനനുസരിച്ച് ജീവിക്കാതെ ബോധപൂർവം ഒരു ലക്ഷ്യത്തോട് ജീവിക്കുക. ഉറക്കത്തിൽ നിന്ന് ഉണരുക. അതെ, ഉണർന്ന് പ്രവർത്തിക്കാനുള്ളൊരു ആഹ്വാനം. എനിക്ക് തോന്നുന്നു നിങ്ങൾ തീർച്ചയായും അജ്മലിന്റെ ഈ പോസ്റ്റ് മുഴുവനായി വായിക്കണം. അതുപോലെ അദ്ദേഹത്തിന്റെ മറ്റെഴുത്തുകൾ, വരച്ച ചിത്രങ്ങൾ, മറ്റു ദൃശ്യങ്ങൾ. എന്തിന്? അദ്ദേഹത്തിന്റെ എഴുത്തുകളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടുണ്ടാക്കിയിട്ടുള്ള പോഡ്കാസ്റ്റുകൾ വരെ അവിടെ ദ ബോർഡർ ഓഫ് എ മൈൻഡ്.com-ലുണ്ട്. ശരിയാണ്. ഒരു പ്രചോദനത്തിനും ഒരു പുതിയ കാഴ്ചപ്പാടിനും അല്ലെങ്കിൽ മനസ്സിനൊരു സന്തോഷം തരുന്ന അനുഭവങ്ങൾക്കും ആ വെബ്സൈറ്റ് ഒന്ന് സന്ദർശിക്കുന്നത് വളരെ നല്ലതാണ്. തീർച്ചയായും. പിന്നെ ഓർക്കുക, ഇത് അജ്മലിന്റെ രചനകളെക്കുറിച്ചുള്ള നമ്മുടെ വിശകലന പരമ്പരയുടെ ഒരു ഭാഗം മാത്രമാണ്. ഇനിയും നമ്മൾ ഇതിനെക്കുറിച്ച് സംസാരിക്കും. അതെ. അപ്പോ അടുത്ത ചർച്ചകൾക്കായി കാത്തിരിക്കുക. പോകുന്നതിന് മുൻപ് ഒരു ചെറിയ കാര്യം കൂടി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഈ ഉറക്കസഞ്ചാരിയെ പോലെ ജീവിക്കുന്നതിൽ നിന്ന് മാറാൻ ഇന്ന് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന വളരെ ചെറിയൊരു മാറ്റം എന്തായിരിക്കും? നല്ല ചോദ്യം. ഒരു നിമിഷം അതിനെക്കുറിച്ചൊന്ന് ചിന്തിക്കുക.